ബാർക്കോഴ ആരോപണത്തിൽ എക്സൈസ് തദ്ദേശ വകുപ്പ് മന്ത്രിമാർക്കെതിരെ വീണ്ടും പ്രതിപക്ഷ നേതാവ്. എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ ടൂറിസം വകുപ്പ് ഹൈജാക്ക് ചെയ്യുകയാണെന്നും വി.ഡി. സതീശൻ ആരോപിച്ചു. ആരോപണങ്ങൾക്ക് പിന്നിൽ മറ്റ് അജണ്ടകളാണെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് മറുപടി നൽകി. വീര്യം കുറവാണെങ്കിലും ബാർക്കോഴയിൽ വിവാദം ഇപ്പോഴും നുരഞ്ഞു പൊന്തുകയാണ്. ഭരണപ്രതിപക്ഷ വാക്പോരിന് കുറവില്ല. രണ്ടു മന്ത്രിമാരെ പ്രതിസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചുള്ള കടന്നാക്രമണം പ്രതിപക്ഷം തുടരുകയാണ്. എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ ടൂറിസം വകുപ്പ് ഹൈജാക്ക് ചെയ്യുകയാണെന്ന ആരോപണവും ശക്തമാക്കുന്നുണ്ട് പ്രതിപക്ഷം. എക്സൈസിന്റെ കാര്യം കൂടി ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഹൈജാക്ക് ചെയ്താണ് യഥാർത്ഥത്തിൽ നടന്നത്. അപ്പോൾ അവരെന്നിട്ട് തീരുമാനമെടുത്ത് അവർ മുമ്പോട്ട് പോവുക, അവർ തീരുമാനമെടുക്കുക, അത് നടത്തുന്നതിന് വേണ്ടിയിട്ട് പണവും ചോദിക്കുക. എക്സൈസ് നോക്കുകുത്തിയായി ഇങ്ങനെ നിൽക്കുക. അതാണ് ഈ കേസിൽ നടന്നത്. ബാർക്കോഴയിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെട്ട ബി.ജെ.പിയും രംഗത്തെത്തി. പാർട്ടിയുടെയും സർക്കാരിന്റെയും അറിവോടെയാണോ ഡ്രൈ ഡേ ഒഴിവാക്കാനും ബാറുകളുടെ പ്രവർത്തന സമയം ദീർഘിപ്പിക്കാനുമെല്ലാം ഉള്ള ആശയങ്ങൾ ചർച്ച ചെയ്തത്? സത്യം പുറത്തുവരാൻ കേന്ദ്ര ഏജൻസികൾക്ക് ഈ അന്വേഷണം കൈമാറണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അതേസമയം ആരോപണങ്ങൾ തള്ളിയ ടൂറിസം മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് പ്രതിപക്ഷത്തെ പരിഹസിക്കുകയും ചെയ്തു. ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർ പറയുന്നു ഞങ്ങൾ മദ്യവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയിട്ടില്ല. അപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉറപ്പിച്ച് പറയുക ചർച്ച നടന്നിട്ടുണ്ട്. അത് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇന്നലെ KSU നടത്തിയ ചർച്ചയായിരിക്കും. വിവാദത്തിൽ മന്ത്രിമാർക്കെതിരായ പ്രതിപക്ഷ യുവജന സംഘടനകളുടെ പ്രതിഷേധം തുടരുകയാണ്. എക്സൈസ് മന്ത്രി എം.ബി. രാജേഷിന്റെ രാജി ആവശ്യപ്പെട്ട് ഔദ്യോഗിക വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി. നോട്ടെണ്ണൽ മെഷീനുമായിട്ടായിരുന്നു പ്രതിഷേധം. പ്രവർത്തകർ ബാരിക്കേഡ് ഭേദിക്കാൻ ശ്രമിച്ചത് പോലീസുമായി നേരിയ വാക്കേറ്റത്തിനിടയാക്കി. പിണറായി സർക്കാർ ജനവഞ്ചനയിലൂടെ മദ്യനയം ആവിഷ്കരിച്ചെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ കുറ്റപ്പെടുത്തി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.